ഹോംസ് വേഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിച്ചത് 1 ടീസ്പൂണ്. ഇനി നമുക്ക് വേണ്ടത് 2 ടീസ്പൂണോളം ചിക്കൻ മസാല, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് 3ഉം കൂടെ ചതച്ചെടുത്തത് ഏകദേശം ഓരോ ടീസ്പൂണ് വീതം വരും. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറി ലീഫും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുഴച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് ആ മസാല എല്ലാം ചിക്കനിലൊന്ന് പുരണ്ട് കിട്ടണം, നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടണം. അതുകൊണ്ട് നല്ലപോലെ തന്നെ ഒന്ന് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ ചിക്കൻ അല്ലാതെ നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഞാനൊരു 10-25 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 3/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കുന്നു. ഒന്ന് ചതച്ചെടുക്കാം, ഒത്തിരി അരഞ്ഞൊന്നും പോകാൻ പാടില്ല. അപ്പോൾ അതെല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്നും ഒത്തിരി നമ്മളിതിന് ചേർക്കുന്നില്ല. ഇതിലേക്ക് ഞാൻ ഒരു 10-12 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ഒന്ന് ചുമന്ന നിറമെല്ലാം ഒന്ന് മാറിക്കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ മുളകെല്ലാം ഇതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റിയതിന് ശേഷം നമുക്കിതേ എണ്ണയിൽ തന്നെ കുറച്ച് കറി ലീഫും കൂടെ വറുത്ത് കോരിയെടുക്കാം. 2-3 തണ്ട് കറി ലീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നല്ലപോലെ നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ നല്ല രുചികരമായ ഒരു ചിക്കൻ റോസ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഇനി അതെല്ലാം ഞാനൊന്ന് വറുത്ത് മാറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് പെരുംജീരകം ഇട്ടൊന്ന് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്കിതാ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും നമ്മുടെ നല്ല ജീരകം ചതച്ചതും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒരുപാടൊന്നും വഴന്നൊന്നും പോകണ്ട. ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഉള്ളി എല്ലാ സ്ഥലത്തും കിട്ടത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി എല്ലാം ഇതുപോലെ ഒന്ന് നമുക്ക് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പോൾ വെള്ളമൊന്നും ഒരുപാട് ഇതിൽ ചേർക്കുന്നില്ല. ഞാൻ ആ പാത്രം ആ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പാത്രത്തിലുള്ള അരപ്പ് മാത്രം ഒന്ന് ചെറുതായിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ, അല്ലാതെ വെള്ളം ചേർത്തിട്ടില്ല. ഇപ്പോൾ ചിക്കനിൽ നിന്ന് നമുക്ക് ശരിക്കും വെള്ളം ഊറി വരും, ആവശ്യത്തിനുള്ള വെള്ളം. ഒരുപാട് ചാറായിട്ടല്ലല്ലോ നമ്മൾ വെക്കുന്ന റോസ്റ്റല്ലേ, അപ്പോൾ അതിന് ഒത്തിരി വെള്ളം വേണ്ട. എന്തായാലും ഇതുപോലെ വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ കറിയൊക്കെ തിളച്ചതാ, ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് നല്ലപോലെ. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് വറ്റി കിട്ടും കേട്ടോ, നല്ല ചൂട് നിൽക്കുകയല്ലേ മൺചട്ടിയിൽ.
ഇപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലാത്ത പക്ഷം നമുക്ക് അടച്ച് വെച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മൺചട്ടി നല്ല ചൂടായിട്ടാണ് നിൽക്കുന്നത്, പെട്ടെന്ന് കുറുകി പോകും. അപ്പോൾ അത് നല്ലതുപോലെ പരുവായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ വറുത്തെടുത്ത വറ്റൽമുളകും കറി ലീഫും കൂടെ നമ്മൾ വറുത്തെടുത്തില്ലായിരുന്നു, അതൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പൊടിച്ച് ചെറുതായിട്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കപ്പയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും ചേരും കേട്ടോ. നല്ല അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റ്. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് എത്രത്തോളം വേണോ, നല്ല മണം കിട്ടും, അതിനത്രയും നല്ല നാടൻ കറി ലീഫ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. വീട്ടിലുള്ളതാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ ശരിക്കും കറി ലീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്തിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഞാൻ മാറ്റി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പോൾ ഞാൻ ചട്ടിയിൽ നിന്ന് വീഡിയോ എടുക്കുന്നതല്ല, അപ്പോൾ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെയും ബായ്.